കേരള സർവകലാശാല വിഷയത്തിൽ സമവായത്തിലെത്താൻ സർക്കാരും ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവുമായി വി.സി. ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ കൂടിക്കാഴ്ച നടത്തി. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ മന്ത്രി വി.സിക്ക് നിർദ്ദേശം നൽകി. ഇതോടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലനിന്ന അനിശ്ചിതത്വത്തിന് പരിഹാരമാവുകയാണ്. ഒരു അന്തരീക്ഷം നമ്മുടെ സർവകലാശാലകൾക്ക് നല്ലതല്ല എന്ന് ഓർമ്മിപ്പിച്ചതിനെ തുടർന്ന് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോകാം എന്ന കാര്യത്തിൽ അഭിപ്രായ ഐക്യത്തിലെത്തുകയാണ് ചെയ്തത്. അദ്ദേഹവും അതിന് തയ്യാറാണ്. അതുപോലെ സിൻഡിക്കേറ്റ് അംഗങ്ങളോടും സംസാരിച്ചു. രണ്ടു കൂട്ടരുടെയും അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സമീപനം രൂപപ്പെടുത്തണം. ഇപ്പോൾ സിൻഡിക്കേറ്റ് അടിയന്തരമായി വിളിക്കണം പ്രശ്നപരിഹാരത്തിനായിട്ട് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട്. രണ്ടു കൂട്ടരായിട്ട് ഒന്നാം ഘട്ട ചർച്ച കഴിഞ്ഞു. ഇനി സിൻഡിക്കേറ്റ് വിളിക്കും മുമ്പ് അതിലൊരു അഭിപ്രായ ഐക്യത്തിലേക്ക് കൊണ്ടുവരാനാണ് പരിശ്രമിക്കുന്നത്. എന്തായാലും ആർക്കും ഇക്കാര്യത്തിൽ ഒരു പ്രയാസം ഇല്ലാത്ത വിധത്തിൽ അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി. ശ്രീജിത്ത്, സർവകലാശാലയുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഈ പ്രശ്നങ്ങൾ മാറിയെന്നുള്ള തിരിച്ചറിവിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഒന്നാം ഘട്ട ചർച്ച കഴിഞ്ഞു. ഇനി എപ്പോഴാണ് ഗവർണറും മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തുക? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത, കേരള സർവകലാശാലയിലെ സമര പരമ്പരയ്ക്ക് ശേഷം സർക്കാരും രാജ്ഭവനും തമ്മിൽ സമവായത്തിൻ്റെ ഒരു പാലം രൂപപ്പെടുകയാണ്. ഈ സമവായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘട്ടങ്ങൾ ഇന്ന് തലസ്ഥാനത്ത് നടന്നു. അത് ഒന്ന് വി.സി. ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സർവകലാശാല ആസ്ഥാനത്തെത്തിയപ്പോൾ SFI പതിവ് പോലെ തടയാൻ തയ്യാറായില്ല. മാത്രമല്ല ഡോക്ടർ മോഹൻ കുന്നുമ്മൽ പിന്നീട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അങ്ങനെ സർവകലാശാല രംഗത്തെ അരാജകത്വം അവസാനിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നു. ആ ഇടപെടൽ സാധ്യമാകണമെങ്കിൽ സമവായത്തിൻ്റെ പാത സ്വീകരിച്ചേ മതിയാകൂ എന്ന കാര്യത്തിൽ സർക്കാരിനും ബോധ്യം വന്നു. നേരത്തെ ഡോക്ടർ ആർ ബിന്ദു നടത്തിയ പ്രതികരണത്തിൽ പറഞ്ഞ പോലെ സർക്കാർ മുട്ടുമടക്കുന്നുവെന്നല്ല, സർവകലാശാലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു എന്നതാണ് പ്രാമുഖ്യമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഗവർണറുമായും ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നു. മുഖ്യമന്ത്രിയും ഗവർണറും തലസ്ഥാനത്ത് തിരിച്ചെത്തിയ ശേഷം ഇരുവരും തമ്മിലൊരു കൂടിക്കാഴ്ച നടക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറാൻ പോകുന്നത് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നിലനിൽക്കുന്ന പ്രശ്നമാണ്. മുഖ്യമന്ത്രി ഇന്ന് രാത്രിയോടുകൂടി തലസ്ഥാനത്തെത്തും. നാളെ രാത്രി 8 മണിക്ക് ഗവർണർ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയുള്ളൂ. അതിനുശേഷമായിരിക്കും സർവകലാശാല വിഷയത്തിൽ ഒരു കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. എന്തായാലും ഗവർണർ സർക്കാർ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് കളമൊരുങ്ങിയിരിക്കുന്നു. അതോടൊപ്പം സർവകലാശാലയിൽ സിൻഡിക്കേറ്റും വി.സിയും തമ്മിലും അതോടൊപ്പം തന്നെ സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ഒരു സമവായത്തിന് കളമൊരുങ്ങുന്നു എന്നാണ് ഇപ്പോഴത്തെ ചിത്രം. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.